നോമ്പ് തുറന്നിട്ട് എന്തൊക്കെ കുടിച്ചെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിച്ചു, അതിന്റെ കൂടെ കോള കുടിച്ചു, കോളയുടെ കൂടെ പാല് കുടിച്ചു, അതിന്റെ പുറകെ മുന്തിരി ജ്യൂസ് കുടിച്ചു. മുന്തിരി ജ്യൂസ് ചൂടായതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഊതി ഊതി കുടിച്ചു. ഗ്ലാസ് ഒഴിച്ചിട്ട് ഡാൽഗണ കോഫി സാധാ കോഫിയായിട്ട് ആറിപ്പോയത് കുടിച്ചു. പിന്നെ അപ്പി ഫിസ് ഒരു വായിക്കുള്ളതേ ഉള്ളൂ, എന്നാലും അതും വാങ്ങിച്ചു കുടിച്ചു. അത്രയും കുടിച്ചോളൂ. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം സോഡ സർബത്ത് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സോഡ എടുത്ത് കുടിച്ചു. നാരങ്ങ ഇല്ലായിരുന്നു, പിന്നെ നാരങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സോഡ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇത് ചായയല്ല, ഞാൻ ബൂസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയ ഷാർജ ഷേക്കാണ്, അത് കുടിച്ചു. ഉമ്മക്കൊക്കെ ബൂസ്റ്റ് ഇല്ലാത്തയായിരുന്നു ഉണ്ടാക്കിയത്, അത് അവർക്ക് ഇഷ്ടപ്പെടാനോണ്ട് പിന്നെ അതും കൂടെ ഞാൻ കുടിച്ചു. അത് ഒതുക്കിയിട്ട് മുഹമ്മദ് ഖാ സർബത്തും മൂസമ്പി ജ്യൂസും കുടിച്ചു. ടൈപ്പായിരുന്നു, ഉടായ്പിൽ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു, സാധനം കുറച്ചേ ചേർത്തോളൂ, എന്തായാലും അതും കുടിച്ചു. പിന്നെ ഒരു പൊടിക്കും കൂടെ ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ 1 ഗ്ലാസ് ഒഴിച്ചു കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഒന്നും വേണ്ടായിരുന്നു. ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഒരു ബൗളിൽ പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കുടിച്ചായിരുന്നു. പിന്നെ ക്ഷീണത്തിന് കരിക്കും ജ്യൂസ് നല്ലതായതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചു വെപ്പിച്ചിരുന്ന കരിക്കും കൂടെ ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു, തേങ്ങാപ്പൂള് 2-3 എണ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് നിർത്തി. 10 മണിയായപ്പോഴത്തേക്ക് നോയമ്പായതുകൊണ്ട് ജ്യൂസും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് വായിക്കൊരു രസം ഇല്ലാത്തതുകൊണ്ട് KFCന്ന് ബക്കറ്റ് ഓർഡർ ആക്കാന്ന് വിചാരിച്ചു. ഒരു ഡങ്കടക്കാൻ മൊമെന്റ് ആയിരുന്നു. ആദ്യം പാക്കറ്റ് പൊട്ടിച്ചിട്ട് പച്ച കളറിൽ അബൂബന്റെ പാക്കറ്റ് എടുത്ത് കളഞ്ഞില്ല, അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. എന്നിട്ട് ബ്രോസ്റ്റഡ് എടുത്തു. ബ്രോസ്റ്റഡ് വീട്ടിൽ വാപ്പയമ്മയൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു ബക്കറ്റേ ഞാൻ ഓർഡർ ആക്കിയുള്ളൂ. പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി. അതുകൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നൊന്നും വേണ്ടായിരുന്നു. പക്ഷെ അരിപ്പത്തിരിയും ബീഫ് കറിയും കഞ്ഞിയും ഒക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോഴത്തേക്ക് എനിക്കുള്ള അതിനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞിയും കുടിച്ച് ബക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞൻ പീസും കൂടെ ഉണ്ടായിരുന്നു. ശേഷം അതുകൂടെ കഴിച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു.